തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായിരിക്കുന്നു. ശംഖുമുഖം സ്വദേശി മഹേഷിനെയാണ് കാണാതായത്. മാനസി ചേരുന്നു. മാനസി, എങ്ങനെയാണ് ഇത്? തെരച്ചിൽ തുടരുകയാണോ? എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? തിരച്ചിൽ തുടരുകയാണ്. ശംഖുമുഖം സ്വദേശി മഹേഷിനായുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഊർജിതമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് മറിഞ്ഞത് എന്നാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ മഹേഷിന്റെ കൂടെ പോയ ആളും ഇവിടെയുണ്ട്, പരിസര പ്രദേശത്ത് ഉണ്ട്. ഒപ്പം തന്നെ ഈ പോലീസിന്റെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് തുടരുന്നത്. 2 പേരടങ്ങിയ വള്ളമായിരുന്നു മത്സ്യബന്ധനത്തിനായി പോയത്. അതിൽ നിന്നും ഒരാള് നീന്തി രക്ഷപ്പെടുകയും മറ്റേയാള് മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും തിരച്ചിലിൽ ഇതുവരെയും അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ പോലീസ് ഇവിടെ തന്നെയുണ്ട്, തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. മാനസി, എപ്പോഴായിരുന്നു അപകടം? എപ്പോഴാണ് ഇവർ കരയിൽ നിന്ന് പുറപ്പെട്ടത്? മറ്റേ റെസ്ക്യൂവിനുള്ള ഉദ്യോഗസ്ഥര്, ഫയർഫോഴ്സ് അടക്കമുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഇന്ന് രാവിലെയാണ് വള്ളം കടലിലേക്ക് പോയത്. വിഴിഞ്ഞത്തേക്ക് അല്ലെങ്കിൽ വിഴിഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന വള്ളമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് പോകുന്നതിനിടയിലാണ് തിരയിൽപ്പെട്ട് മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശംഖുമുഖം സ്വദേശി മഹേഷിനെയാണ് കാണാതായത് എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഇയാൾക്കുള്ള തിരച്ചിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മത്സ്യബന്ധന വിലക്കൊക്കെ തുടരുകയാണ്. ഉയർന്ന കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തന്നെ തീരപ്രദേശത്തൊക്കെയും മത്സ്യബന്ധന വിലക്കും തീരപ്രദേശത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും മഹേഷിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയാണ് പോലീസ്. കടലിൽ ഇപ്പോൾ 2 വള്ളങ്ങൾ ഉണ്ട്. ശംഖുമുഖം വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ഭാഗത്തായാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. ഈ കടലിൽ ഇപ്പോൾ മഹേഷിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ 2 വള്ളം പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കോസ്റ്റൽ പോലീസ് സംഘവുമുണ്ട്. ഊർജിതമായ തിരച്ചിൽ നടപടികൾ തന്നെയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിസര പ്രദേശത്തുള്ളവരുമുണ്ട്. നേരത്തെ ഈ മഹേഷ് ഇന്ന് രാവിലെ പോയ വള്ളമാണോ? കൂടെ പോയ ആളാണ് നിൽപ്പുണ്ട്. കൂടെ പോയ ആളാണ് നിൽക്കുന്നത്. രാവിലെ 8:15 പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. വിഴിഞ്ഞത്ത് വെള്ളം ഒതുക്കാൻ വേണ്ടി പോയി. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നാളെ പോകാൻ വേണ്ടി വിഴിഞ്ഞത്ത് കൊണ്ടുപോയ വെള്ളമാണ്. മഹേഷും കൂടെ ആരാ ഉണ്ടായിരുന്നത്? ആ ചേട്ടനാണ്. അദ്ദേഹമാണ്. 2 പേരാണ് പോയത്. എന്തിനാ പോയത്? മത്സ്യബന്ധനത്തിനായി വിഴിഞ്ഞത്ത് കൊണ്ടുപോയ വെള്ളമാണ്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഈ ഒരു സാഹചര്യത്തിൽ ജോലിക്കായിട്ട് പോയതല്ല. ഇവിടെ നിന്ന് തിരയടിക്കുന്നതുകൊണ്ട് വള്ളം കൊണ്ട് അവിടെ താത്തിടാൻ വേണ്ടി പോയതാണ്. ഇവിടുത്തെ എല്ലാ വള്ളവും അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ വള്ളം കൊണ്ടുപോകാൻ പോയതാണ്. മത്സ്യബന്ധനത്തിനല്ല. കൂടുതൽ ഡീറ്റെയിൽ അദ്ദേഹത്തിന് അറിയാം. മത്സ്യബന്ധനത്തിനായിട്ട് പോയതല്ല. എത്ര മണിയോടെയായിരുന്നു? 8:16 വീഡിയോയിൽ 8:16 ഈ ലൈവ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 8:16. പോയപ്പോ തന്നെയാണോ തിരയിൽപ്പെട്ടത്? അതെ, പോകുമ്പോ ഇനി ഇങ്ങോട്ട് തിരികെ വരണ്ടല്ലോ. വിഴിഞ്ഞത്ത് കൊണ്ടുപോകുന്ന പെട്ടെന്ന് തന്നെ തിരയിൽപ്പെടുകയായിരുന്നു. അതിന്റെ ഫുൾ വീഡിയോ ഉണ്ട്. അത് ഇട്ട് തരാം. വീഡിയോ ഉണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് വീഡിയോ ഉണ്ട്. ആ ചേട്ടനാണ് കൂടെ പോയത്. അദ്ദേഹത്തിന് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കഴിയും. ഷമ്മി, ഏതായാലും ഈ മഹേഷിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഉണ്ട്. എങ്ങനെയായിരുന്നു ചേട്ടാ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? സംഭവം നമ്മളിപ്പം സാധാരണ വെള്ളം പോകണ കണക്ക് തന്നെ വെള്ളം എഞ്ചിനും 2 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് ഓടിപ്പോയതാണ്. ഉള്ളിലോട്ട് പോയി അങ്ങ് അടുത്ത് പോയപ്പം ഒരു തിരമാല വന്ന് അടിച്ച് വെള്ളത്തിനെ കമത്തി. കമന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ. 2 പേരും വെള്ളം കമന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റത്തില്ലേ. 2 പേരും നീന്തി കരയ്ക്ക് വരാൻ വേണ്ടി ശ്രമിച്ച്. 2 പേരും നീന്തിക്കൊണ്ടിരുന്നതാണ്. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവിടെ എല്ലാം മൊത്തം നിലയില്ലാത്ത സ്ഥലമാണ്. അവിടെ വേണ്ട കുറച്ച് നേരം നീന്തി ശ്രമിച്ച് 2 പേരും. ഞാനും 2 പേരും അവശനായതിനു ശേഷം പിന്നെ എനിക്ക് പറ്റിയില്ല. എൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു 2 പേരും നീന്തി വന്നു. 2-3 തിര അടിച്ച് ഇങ്ങനെ നോക്കിയപ്പം എൻ്റെ കൂടെ നടന്ന ആളെ പിന്നെ കാണാൻ പറ്റിയില്ല. രാവിലെ പോയതാണല്ലേ? രാവിലെ 8 മണിയോടെ പോയത്. 8 മണിക്ക് ഇവിടെ നിന്ന് പോയത്. എന്ത് ആവശ്യത്തിനായിരുന്നു പോയത്? നാളെ പണിക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് ഹാർബറിൽ കൊണ്ടിടാൻ വേണ്ടി ഇവിടെ നിന്ന് പോയതാണ്. 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന്
പോകാം, വിഴിഞ്ഞ ആറുപതാകുമ്പോൾ പോകാം. ഇവിടെ 4 മണിക്കൊന്നും തള്ളാൻ പറ്റില്ല, കണ്ണ് കാണത്തില്ലേ. അപ്പോൾ ഇപ്പം ഈ സമയത്ത് കൊണ്ട് അവിടെ ഇട്ടാൽ നമുക്ക് സുരക്ഷിതമായിട്ട് നാളെ രാവിലെ പോകാമെന്നുള്ളതിന് പോയതാണ്. പോയെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കടലടിച്ച് കൂടെ ഇരുന്ന് എൻ്റെ കൂടെ ഇരുന്ന ഒരു ഇഞ്ചിലിരുന്ന ഒരാളും പോയി. ഇവിടെ പെട്ടെന്ന് ആ സംഭവം നടക്കുമ്പോൾ ഇവിടെ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആൾക്കാരൊക്കെ എല്ലാവരും നമ്മുടെ വെള്ളം പോകണം. ഞങ്ങൾ 10-12 ആൾക്കാരെ കൂട്ടായിരുന്നു. എല്ലാവരും കരക്കിൽ നിന്ന് തന്നെ വെള്ളം തള്ളിച്ച് വിട്ടിരുന്നത്. നമ്മൾ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ വെള്ളത്തിലേക്ക്. അപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ആർക്കും ഇറങ്ങി വന്ന് രക്ഷിക്കാനുള്ള ഒരു ഇതില്ല. എല്ലാം വെള്ളമെല്ലാം അടിച്ച് കയറി പൊട്ടിയാണ്ട് അവിടെ കിടക്കും. 2 ഇഞ്ചിനും നഷ്ടപ്പെട്ട് വെള്ളമെല്ലാം പൊടിഞ്ഞു, എടുക്കാൻ പോലും പറ്റത്തില്ല. അത്രയും കല്ലിലടിയിലായിരുന്നു. അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരുന്ന വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു. ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് മഹേഷ് എന്ന ആളെ കാണാതായിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി തുടരുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് മാനസ നൽകിയത്.